താൽക്കാലിക സമാധാന കരാറായെങ്കിലും പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല എന്നതിന്റെ സൂചനകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. കരാറിന് ശേഷം ആദ്യമായി ഇറാൻ ഒമാൻ തീരത്ത് ഒരു കപ്പൽ ആക്രമിച്ചിരിക്കുകയാണ്. അമേരിക്കയും GCC രാഷ്ട്രങ്ങളും പുറത്തുവിട്ട സംയുക്ത പ്രസ്താവന ഇറാനെ വല്ലാണ്ട് പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ലബനനിൽ ഇസ്രയേലും ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. പ്രശ്നങ്ങൾ ഒഴിയില്ല എന്നതിന്റെ സൂചനകളാണ് പശ്ചിമേഷ്യയിൽ നിന്നും പുറത്തുവരുന്നത്. അപ്പോൾ സംയുക്ത പ്രസ്താവനയാണ് ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ആദ്യം എന്താണ് ഈ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഹോർമുസ് കടലിടുക്ക് യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ലാതെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി തുറന്നു നൽകേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞുകൊണ്ടാണ് GCC US സംയുക്ത പ്രസ്താവന. ഇവിടെ യാതൊരുവിധ നികുതികളോ ഫീസുകളോ ഏർപ്പെടുത്താനോ നിയന്ത്രണം സ്ഥാപിക്കാനോ ഉള്ള ശ്രമങ്ങളെ അംഗീകരിക്കില്ല എന്ന് ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിൽ ചേർന്ന GCC US മന്ത്രിതല യോഗത്തിനു ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുള്ള ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായിരുന്നു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഇറാനുമായി നടത്തുന്ന ഏതൊരു വ്യാപാര നിക്ഷേപ ഇടപാടുകളും കർശനമായ വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കുമെന്നും ആവശ്യമെങ്കിൽ ഇത് റദ്ദാക്കാവുന്നതാണെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. മേഖലയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാൻ ഇറാനിൽ നിന്നുള്ള എല്ലാത്തരം ഭീഷണികളെയും ഒന്നിച്ചു നേരിടും. നിലവിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തുന്ന ചർച്ചകളിൽ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയും താൽപര്യങ്ങളും പൂർണ്ണമായും സംരക്ഷിക്കപ്പെടണം. അയൽ രാജ്യങ്ങളുടെ പരമാധികാരത്തെ ബഹുമാനിക്കാനും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാനും ഇറാൻ തയ്യാറാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സിറിയൻ ജനതയ്ക്ക് സുരക്ഷിതവും സുസ്ഥിരവുമായ രാജ്യം കെട്ടിപ്പടുക്കാൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച യോഗം ലബനന്റെ പരമാധികാരം സുരക്ഷയും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ആവർത്തിക്കുകയും ചെയ്തു. അതേസമയം ഇറാഖിൽ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾ നടത്തുന്ന ആക്രമണങ്ങളെ യോഗം ശക്തമായി അപലപിച്ചിരുന്നു. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള രാജ്യാന്തര വാണിജ്യ ശൃംഖലയുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പുവരുത്താൻ സംയുക്ത നീക്കങ്ങൾ തുടരുമെന്നും ഇരുപക്ഷവും വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഇതാണ് ഇറാനെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചത്. ഈ സംയുക്ത പ്രസ്താവന പുറത്തു വന്നത് ഇറാൻ ഒരു വലിയ ഇപ്പോഴത്തെ സമാധാന നീക്കങ്ങളിലെ ഒരു തിരിച്ചടിയായി തന്നെ കണ്ടു. ഇതിനു മറുപടിയായി ഇറാൻ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചു. അമേരിക്ക GCC സംയുക്ത പ്രസ്താവന ഇടപെടൽ സ്വഭാവമുള്ളതും ഉത്തരവാദിത്തമില്ലാത്തതും പ്രകോപനപരമാണ് എന്നതുമാണ് ഇറാൻ വിമർശിച്ചത്. മാത്രവുമല്ല, മേഖലയിലെ ഇത്തരം ഏറ്റുമുട്ടൽപരമായ സമീപനം തുടരുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇറാൻ. അമേരിക്കയുടെ സൈനിക സാന്നിധ്യം മേഖലയിലെ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ഭാരമാണെന്നും അത് സുരക്ഷയ്ക്ക് പകരം സുരക്ഷിതത്വം ഇല്ലാതാക്കുകയും വിഭജനം സൃഷ്ടിക്കുകയുമാണ് ചെയ്യുന്നതെന്നും ഇറാൻ ആരോപിച്ചു. ഇറാനെതിരായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനോ പിന്തുണയ്ക്കാനോ നടപ്പാക്കാനോ GCC രാഷ്ട്രങ്ങൾ അവരുടെ ഭൂമിയോ സൗകര്യങ്ങളോ ഉപയോഗപ്പെടുത്തുന്നത് തടയണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. ഇറാന്റെ സമാധാനപരമായ ആണവ പരിപാടിയെ ഭീഷണിയായി ചിത്രീകരിക്കുന്ന അമേരിക്കൻ നിലപാടിനൊപ്പം നിൽക്കാതെ ആണവായുധങ്ങളില്ലാത്ത മധ്യപൂർവ്വ ദേശത്തിനായി പ്രവർത്തിക്കണം എന്നതാണ് GCC രാഷ്ട്രങ്ങളോട് ഇറാൻ ആവശ്യപ്പെടുന്നത്. മേഖലയിലെ സുരക്ഷ വിദേശ ശക്തികളെ ആശ്രയിക്കുന്നതിനു പകരം ആ മേഖലയിലെ രാജ്യങ്ങൾ തന്നെ ഉറപ്പാക്കേണ്ടുന്ന കാര്യമാണ് എന്നുകൂടി ഇറാൻ പറയുന്നു. വിദേശ ഇടപെടലുകൾ പലതവണ പ്രാദേശിക സ്ഥിരതയെ തകർത്തിട്ടുണ്ട് എന്ന കാര്യം ഇറാൻ ഊന്നിപ്പറയുക കൂടി ചെയ്തു. ഇത് GCC രാഷ്ട്രങ്ങൾക്കെല്ലാമുള്ള ഇറാന്റെ മുന്നറിയിപ്പാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ സംയുക്ത പ്രസ്താവന കൂടാതെ ഇറാനെ പ്രകോപിപ്പിക്കുന്ന മറ്റൊരു നീക്കം കൂടിയുണ്ടായി. കഴിഞ്ഞ ദിവസം നമ്മൾ അത് സൂചിപ്പിച്ചതാണ്. പുതിയ കപ്പൽ പാത. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുമായി സഹകരിച്ച് ഒമാൻ ഒരു പ്രത്യേക സംവിധാനം നടപ്പിലാക്കുന്നതാണ് ഇറാനെ പ്രകോപിപ്പിച്ച മറ്റൊരു കാര്യം. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം സ്വീകരിച്ചതെന്നാണ് ഒമാൻ വ്യക്തമാക്കുന്നതെങ്കിലും ഇറാൻ അങ്ങനെയല്ല കരുതുന്നത്. രാജ്യാന്തര നിയമങ്ങളും സമുദ്ര നിയമ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് നാവിഗേഷൻ സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും യാതൊരു ടോൾ ചാർജും ഏർപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് ഒമാൻ പറയുമ്പോൾ അത് തങ്ങൾക്കെതിരായ നീക്കമാണ് എന്ന് ഇറാൻ കരുതുന്നു. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്ര വ്യാപാര പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിലൂടെ തടസ്സമില്ലാത്ത കപ്പൽ ഗതാഗതം ഉറപ്പാക്കുന്നതിനും സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നടപടിയാണ് ഈ നീക്കത്തെ പൊതുവെ വിലയിരുത്തപ്പെട്ടതെങ്കിലും ഹോർമുസിലുള്ള തങ്ങളുടെ പിടി അയക്കുന്നതിന് വേണ്ടിയാണ് ഒമാന്റെ നേതൃത്വത്തിലുള്ള ഈ നീക്കം എന്നതാണ് ഇറാൻ കണ്ടത്. അതാണ് ഇറാനെ പ്രകോപിപ്പിച്ചത്. ഇറാൻ ഉടൻ തന്നെ അനുമതിയില്ലാതെ ഹോർമുസ് കടലിടുക്ക് കടക്കരുത് എന്നൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചു. ലംഘിച്ചാൽ നടപടിയെടുക്കുമെന്നതായിരുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മുന്നറിയിപ്പ്.
ഊർജ്ജ കയറ്റുമതിക്ക് അത്യന്തം നിർണായകമായ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് വഴി ഇറാന്റെ അനുമതിയില്ലാതെ കപ്പലുകൾ സഞ്ചരിക്കരുതെന്ന് IRGC മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ അനുവദിച്ചിരിക്കുന്ന ഏക പാത ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ സ്ഥാപിച്ച പാതയാണ്. അനുമതിയില്ലാതെ കടലിടുക്ക് കടക്കുന്നത് സ്വീകാര്യമല്ലാത്തതും അപകടകരവുമായ നീക്കമായിരിക്കുമെന്നതുമാണ് IRGC പ്രസ്താവനയിൽ പറഞ്ഞത്. ഈ ഭീഷണിക്ക് പിന്നാലെയാണ് ഒമാൻ തീരത്ത് കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. കാർഗോ കപ്പലിന് നേരെയാണ് ഇറാന്റെ ആക്രമണമുണ്ടായത്. ഇറാൻ അമേരിക്ക ധാരണയ്ക്ക് ശേഷം ആദ്യമായിട്ടുണ്ടായ ആക്രമണമായിരുന്നു അത്. ഒമാൻ തുറന്ന സുരക്ഷിത നാവിക പാതയ്ക്കെതിരെയാണ് ഈ ആക്രമണം. അതിനുള്ള മറുപടിയാണ് ഈ ആക്രമണം എന്നതാണ് കരുതപ്പെടുന്നത്. ചരക്ക് കപ്പലിന് നേരെ അജ്ഞാത വസ്തു ഉപയോഗിച്ച് ആക്രമണമുണ്ടായി. ബ്രിട്ടന്റെ യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് കേന്ദ്രം ആണ് ഇക്കാര്യങ്ങളൊക്കെ വിശദമാക്കുന്നത്. വ്യാഴാഴ്ച ഒമാന്റെ തെക്ക് കിഴക്കൻ മേഖലയിലാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ ഈ കപ്പലിന്റെ പല ഭാഗത്തും കേടുപാടുകളൊക്കെ സംഭവിച്ചു, പക്ഷേ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നതായിരുന്നു വിവരം. മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇത് ഇറാൻ കൃത്യമായും നൽകിയ ഒരു മുന്നറിയിപ്പായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. വെടിനിർത്തൽ കരാർ നിലവിലുണ്ടായിട്ടും ലബനനിൽ ഇസ്രയേൽ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. രാജ്യത്തിന്റെ തെക്കൻ ഭാഗത്ത് ഒരു കാറിന് നേരെ നടത്തിയ വ്യോമാക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേലിലെയും ലബനനിലെയും ഉന്നത ഉദ്യോഗസ്ഥർ വാഷിംഗ്ടണിൽ ചർച്ചകൾ നടത്തിയതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ ഈ പ്രകോപനം ലബനനിലേക്കുണ്ടാകുന്നത്. നമുക്കറിയാം, ഈ സമാധാന ചർച്ചകളിൽ ലബനനും ഉൾപ്പെടുത്തിയിരുന്നു. അത് ഇറാന്റെ ഏറ്റവും വലിയ ഒരു നിലപാടായിരുന്നു. ലബനനിലും സമാധാനം എന്നത്, പക്ഷേ അത് ഇസ്രയേൽ പാലിക്കുന്നില്ല എന്നതാണ് മനസ്സിലാകുന്നത്. സമാധാന ചർച്ചകൾക്ക് പിന്നാലെ തന്നെ നടത്തിയ ആക്രമണം വലിയ പ്രകോപനമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അവകാശപ്പെടുമ്പോൾ ചർച്ചയിലെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ ഇസ്രയേൽ നീക്കുന്നത്. ഇസ്രയേൽ പിന്മാറാൻ തയ്യാറല്ല എന്നതിന്റെ സൂചനയാണ്. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും ഇതേ നിലപാട് ആവർത്തിക്കുന്നുണ്ട്. ലബനനിലെ സുരക്ഷാ മേഖലയിൽ നിന്ന് പിൻവാങ്ങുന്നതിനെ ഇസ്രയേൽ എതിർക്കുന്നുവെന്നും ആവശ്യമായിടത്തോളം കാലം ലബനൻ, സിറിയ, ഗാസ എന്നിവിടങ്ങളിലെ സുരക്ഷാ മേഖലകളിൽ ഇസ്രയേൽ സൈന്യം തുടരുമെന്നുമാണ് ഇസ്രയേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇസ്രയേൽ പിന്മാറില്ല എന്നതിന്റെ സൂചനകൾ വരുന്നു. ഇറാൻ ഹോർമുസിലുള്ള പിടി തങ്ങൾ അയക്കില്ല എന്നതിന്റെ കൃത്യമായ സൂചനകൾ നൽകുന്നു. ഇതൊക്കെയും മേഖലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ഹോർമുസ്, ആണവ കരാർ, ഇസ്രയേൽ, ഈ വിഷയങ്ങൾ എങ്ങനെ പരിഹരിക്കും എന്നതാണ് ഉയർന്ന ഏറ്റവും വലിയ ചോദ്യം. 60 ദിവസം അതിൽ നടക്കുന്ന ചർച്ചകൾ വളരെ നിർണായകമാണ്. പക്ഷേ നിലപാടുകളിൽ ഇറാനും ഇസ്രയേലും ഒക്കെ ഉറച്ചു നിൽക്കുമ്പോൾ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നതിൽ വലിയ ആശങ്കകൾ തുടരുകയാണ്. ചെറിയൊരു ഇടവേള എടുക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.